അപ്പൊ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ മുതൽ കുറച്ച് സമയം ഒന്ന് അധികം ചെലവഴിക്കണം. നമ്മൾ ഫസ്റ്റ് സെറ്റിലൊക്കെ ഒരു 2 മിനിറ്റ്, സെക്കൻഡ് സെറ്റിൽ ഒരു 3-4 മിനിറ്റ് ഒക്കെയാണ് പോയുള്ളൂ. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരാം. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് സ്പീഡിൽ തന്നെ ചെയ്തു പോകാനും പറ്റും. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ, നമ്മുടെ 4 മാർക്സ് സീരീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സ് ഫ്രം 1 to 50 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. നമുക്കറിയാവുന്നതാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്. വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ചാപ്റ്റർ മനസ്സിലാവാന്നുള്ളതാണ്. നമ്പേഴ്സ് ഫ്രം 1 to 50 ആർ റിട്ടൺ ഓൺ എ പേപ്പർ സ്ലിപ്സ് ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. ഒരു ബോക്സ് ഇട്ടു, സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കണം, അതിന്റെ പ്രോബബിലിറ്റി ആയിരിക്കും ചോദ്യം. വിത്തൗട്ട് ലുക്കിംഗ് എ സ്ലിപ്പ് ഈസ് ടു ബി ഡ്രോൺ. സെയിം എന്താണ്, നമ്മൾ നോക്കാതെ തന്നെ ഒരു പേപ്പർ അതിൽ നിന്ന് എടുക്കുകയാണ്. വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണുള്ള പ്രോബബിലിറ്റി എന്താണ്? ദെൻ മൾട്ടിപ്പിൾ ഓഫ് 6ന്റെ പ്രോബബിലിറ്റി ആണ് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആൻഡ് 6. രണ്ടിന്റെയും മൾട്ടിപ്പിൾ, 4ന്റെയും 6ന്റെയും മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. അപ്പൊ നിങ്ങളുള്ള ചോദ്യം, എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ ഓഫ് 4ന്റെ പ്രോബബിലിറ്റി. അപ്പൊ 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര സ്ലിപ്പ് ഉണ്ടാവും? 50 സ്ലിപ്പുകളായിരിക്കും ഉണ്ടാവും അല്ലെ. 1 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ 50 പേപ്പർ സ്ലിപ്പുകൾ അതിലുണ്ടാവും. അപ്പൊ അതിൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആരൊക്കെ വരുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് മൾട്ടിപ്പിൾ ആരായിരിക്കും വരിക? നമുക്കറിയാം 4 ആണല്ലോ വരിക. ഫസ്റ്റ് മൾട്ടിപ്പിൾ 4 വരും. ദെൻ 4 കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്പിൾ ഏതാണ്? 8 ആണ്. അങ്ങനെ പോയിട്ട് എവിടെ വരെ പോകും? 40 വരെ എത്തുമ്പോൾ എത്ര വരാവും? 10 വരാവും. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം. 4 into 1, 4 into 4 into 3. അങ്ങനെ 40 വരെ എത്തുമ്പോൾ എത്ര വരായി? 10 എണ്ണായി അല്ലേ. ഇനി എത്ര വരുന്നുണ്ട്? 44 വരും. ദെൻ 48 വരും. 2 പേരോട് വരില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 52 ആണ്. അടുത്തതിലേക്ക് പോയി. അപ്പൊ എന്ത് വരും? 48 വരെയാണ് മൾട്ടിപ്പിൾ വരാന്ന് പറഞ്ഞാൽ മൊത്തം 11, 12, മൊത്തം 12 ആണ് വന്നത് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4 ഈക്വൽസ് മൊത്തം എണ്ണം എത്രയാണ്? 12, 12 ആണ്. സോറി, മൊത്തം എണ്ണം അല്ല, ഈ ഒരു മൾട്ടിപ്പിൾ ഓഫ് 4 വരുന്ന ടോട്ടൽ എണ്ണം എത്രയാണ്? 12 ആണ്. 12 ആണ് മൾട്ടിപ്പിൾ ഓഫ് 4 ആയിട്ട് വരുന്നത്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 50 ആണ് അല്ലെ. നിങ്ങൾക്ക് ഇതിന് നേരെ പകുതിയാക്കാം. പകുതിയാക്കുമ്പോൾ എന്ത് വരും? 6 divided by 25. ഓക്കെ, സിമ്പിൾ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ബി പാർട്ട് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 6. മൾട്ടിപ്പിൾ ഓഫ് 6 നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണല്ലേ. കാരണം എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയുമ്പോൾ 50 എന്താ ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം 50 കഴിഞ്ഞാൽ പിന്നെ 54ലാണ് വരാം. അപ്പൊ എന്താണ്? 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. 7 into 6 വരുമ്പോൾ എന്തായാലും 42, 8 into 6 വരുമ്പോൾ 48, 9 into 6 വരുമ്പോൾ എന്താവും? 54. അപ്പൊ 9th മൾട്ടിപ്പിൾ ഉണ്ട്, 8th മൾട്ടിപ്പിൾ വരെ മതി അല്ലെ. അപ്പൊ 8 എണ്ണായിരിക്കും വരിക. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയുന്നത് എന്ത് വരും? നമുക്കറിയാം, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുമ്പോൾ 8 into 6 48 ആണ്. 9 into 6 പറയുമ്പോൾ 54 ആയി. അപ്പൊ 8th മൾട്ടിപ്പിൾ വരെ മതി. അപ്പൊ 8 ആയിരിക്കും അതിൽ വരിക. ഡിവൈഡഡ് ബൈ 50. അപ്പൊ എഗെയിൻ നമ്മൾ പകുതിയാക്കുമ്പോൾ എന്ത് വരും? 4 divided by 25. അപ്പൊ പ്രോബബിലിറ്റി നമുക്ക് കിട്ടിയില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 and 6. രണ്ടുപേരുടെയും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾസ് ആരൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ 4ന്റെയും 6ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക. കോമൺ ആയിട്ട് വരുന്ന ആരൊക്കെയുണ്ട് നോക്കുക. അപ്പൊ 6ന്റെ ടേബിൾ എടുത്തുവാണെങ്കിൽ അതായിരിക്കും എളുപ്പം. അപ്പൊ 6 into 1 വരില്ല. 6 into 2 ആരാണ്? 12 ആണ്. 12 രണ്ടിലും വരും അല്ലെ. അപ്പൊ ആ സെറ്റില് 12 രണ്ടിലും വരും. ദെൻ 6 into 3 18, 6 into 4 24. അപ്പൊ 24 എന്താണ്? 4ന്റെയും മൾട്ടിപ്പിൾ ആണ്. ദെൻ 24 കഴിഞ്ഞാൽ 30 വരില്ല. 36 ആണ് അടുത്ത് വരിക. 36 എന്ത് വരും? 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ദെൻ 42 എന്ന് പറയുമ്പോൾ 4ന്റെ വരില്ല. ദെൻ 48 എവിടെ വരും? 4ന്റെ വരുന്നുണ്ട്, 48. അപ്പൊ എത്ര വരുന്നുണ്ട് നമുക്ക്? 1 2 3 4 ആണ് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4 and 6. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 4 and 6 എന്നാണ് പറഞ്ഞത് അല്ലെ. രണ്ടുപേരുടെയും മൾട്ടിപ്പിൾ ആണ്. 4ന്റെയും ആവണം, 6ന്റെ ആവണം. അതായത് കോമൺ മൾട്ടിപ്പിൾസ് വരണം. ഇനി 4 or 6 ആണ് വന്നതെന്ന് വിചാരിക്കുക, 4ന്റെ അല്ലെങ്കിൽ 6ന്റെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മൾട്ടിപ്പിൾസ് എല്ലാം വരും. അപ്പൊ കോമൺ ആയിട്ടുള്ളവര് കോമൺ ആയിട്ട് എടുക്കുന്നുള്ളൂ.
അതായത് 4ന്റെയും 6ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലെ. ആ കോമൺ ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണത്തിൽ എണ്ണിപ്പോയാൽ മതി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാണ് നോക്കുകയാണ്, 4ന്റെ 4, 8, 12, 16, 20, 24 ഇങ്ങനെ ആയിരിക്കും പോവാ. 6ന്റെ 6, 12, 18, 24 അങ്ങനെ നോക്കുമ്പോൾ എന്താണ് 1, 2. ദെൻ ഇതെന്താണ് കോമൺ ആണ്, ഇവൻ കോമൺ ആണ്, അത് ഇവിടെ ഉണ്ട് അല്ലെ. ദെൻ 3, 4 ഇതെന്താണ് കോമൺ ആണ്. ദെൻ ഇവിടെ 5, 6. ഇനി കോമൺ ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു പ്രാവശ്യം ഇവരെന്ത് ചെയ്താൽ മതി, ഒരു ഒന്നായിട്ട് ആഡ് ചെയ്താൽ മതി. ഇതെന്താണ് ഇവരെയും ഒന്നായിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ കോമൺ ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഒന്നായിട്ട് ആഡ് ചെയ്ത് പോവുക, ബാക്കിയുള്ളവരെയും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് പോവുക. അതാണ് ഓർ വരാണെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 4 ഓർ 6 നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ആൻഡ് 6, 4 ആൻഡ് 6 നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ടുള്ളവരെ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ഓക്കെ, സോ ആ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്ത് വരും, 1, 2, 3, 4 4 പേരാണുള്ളത്. 4 ഡിവൈഡഡ് ബൈ 50 എന്ന് വരിക. അഗൈൻ പകുതിയാക്കുമ്പോൾ വരും 2 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നല്ലോ. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ, മൾട്ടിപ്പിൾസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത്ര എഴുതാനുള്ളത്. Draw a circle of radius 2.5 cm, mark a point 6 cm away from the center to the circle. How many tangents can be drawn to the circle from this point? Draw the tangents to the circle from the point. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ. എന്താണ് നേരത്തെയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നു. എന്താണ്, നിങ്ങൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക 2.5 റേഡിയസിൽ. ദെൻ സെൻട്രൽ നിന്ന് 6 cm റേഡിയസിൽ പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിന് സർക്കിളിലേക്ക് എന്ത് ചെയ്യുക, 2 ടാൻജന്റ് വരയ്ക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഒരു എ പാർട്ടും ബി പാർട്ടും ഉണ്ടെന്ന് മാത്രം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എ പാർട്ട് ക്വസ്റ്റ്യൻ ആദ്യം എഴുതുക, എന്നിട്ട് വരച്ചാൽ മതി. എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, ആ ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ഒരു പോയിന്റിൽ സർക്കിളിലേക്ക് എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും നമുക്കറിയാലേ. എത്ര വരയ്ക്കാം, 2 ടാൻജന്റ് ആണ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. ഏതൊരു പോയിന്റ് നമ്മൾ പുറത്തിട്ടാലും ആ പോയിന്റിൽ സർക്കിളിലേക്ക് 2 ടാൻജൻസ് ആണ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുക. അതിന്റെ ലെങ്ത് ഒക്കെ സെയിം ആയിരിക്കും നമുക്ക് അറിയാം അല്ലെ. ഇനി അടുത്ത ദിവസം ആ ടാൻജന്റ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആ ഫുൾ ഫിഗർ വരച്ചാൽ മതി. ആദ്യം എന്ത് ചെയ്യാം, 2.5 cm റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, 2.5 cm റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ദെൻ സെൻട്രലിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ 6 cm ഡിസ്റ്റൻസിൽ, ഓയും ഇത് പി ആണെങ്കിൽ ഒ പിയുടെ ഡിസ്റ്റൻസ് മൊത്തത്തിലായിരിക്കും 6 cm ആയിരിക്കും. ദെൻ 6 cm റേഡിയസിൽ സർക്കിൾ വരച്ചാൽ എന്ത് ചെയ്യണം, അതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. ആ ലൈനിന്റെ ഒ പി എന്ന് പറയുന്ന ലൈനിന്റെ സെന്റർ കണ്ടുപിടിക്കുക. ദെൻ എന്ത് ചെയ്യുക, അത് സെന്റർ ആയിട്ട്, ഫോർ എക്സാമ്പിൾ അതിനെ സി എന്ന് വിളിക്കുകയാണെങ്കിൽ സി പി എന്നുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയിക്കൊണ്ട് നീളം ഞാൻ വേറൊരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ഞാൻ വേറൊരു സർക്കിൾ വരയ്ക്കണം. ദെൻ ഞാൻ എന്ത് ചെയ്യണം, ഈ പി എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ നിന്ന് ഇപ്പൊ ജോയിൻ ചെയ്ത് കിട്ടിയ ഈ പോയിന്റ്, ഇതാണ് ഒരു പോയിന്റ്. ഞാൻ ഇത് ക്യൂ ആയിട്ടും ഇത് ആർ ആയിട്ടാണെങ്കിൽ പി ക്യൂ ആണ് എന്റെ ആദ്യത്തെ ടാൻജന്റ് വരിക. ഓക്കെ, ഞാൻ പിയിൽ നിന്ന് ക്യൂയിലേക്ക് വരയ്ക്കുന്നതാണ് ഇതിന്റെ ആദ്യത്തെ ടാൻജന്റ് വരിക. ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പിയിൽ നിന്ന് ആറിലേക്ക് കൂടി വരയ്ക്കുക. സോ ഇതാണ് എന്ത് രണ്ടാമത്തെ ടാൻജന്റ് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് എന്റെ രണ്ടാമത്തെ ടാൻജന്റ്. അപ്പൊ പി ക്യൂവും പി ആറും വരയ്ക്കുന്ന ടാൻജന്റ് ആയിട്ട് വരിക. അപ്പൊ വരയ്ക്കുന്നത് കൃത്യമായിട്ട് മെഷർമെന്റ്സ് ഒക്കെ സ്കെയിലും അതുപോലെ തന്നെ കോമ്പസിലൊക്കെ എടുത്ത് കൃത്യമായിട്ട് മെഷർമെന്റ്സിൽ വളരെ വൃത്തിക്ക് വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലത്തെ ഫിഗർ ആയിരിക്കും കിട്ടുക. ഓക്കെ, സിമ്പിൾ ഡ്രോയിങ് അല്ലേ. ഇതും എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് ഈ പറയുന്ന ഒരു എ പാർട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. മറ്റോടത്ത് ഇതിനു മുമ്പ് നമ്മൾ ചിലപ്പോൾ എന്തായിരുന്നു ഇതുപോലെ ആഡ് ചെയ്തത്, അതിന്റെ ഒരു മെഷർമെന്റ് എന്ത് ചെയ്യുക, സ്കെയിൽ യൂസിങ് ആ ഒരു ടാൻജന്റിന്റെ മെഷർമെന്റ് എടുക്കുക എന്നുള്ളതായിരുന്നു എക്സ്ട്രാ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് എക്സ്ട്രാ ഉള്ളത്, എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും എന്നൊരു പാർട്ടാണ് എക്സ്ട്രാ ഉള്ളത് അല്ലെ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു വരയ്ക്കാനുള്ള പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 3 അല്ലെങ്കിൽ 4 മാർക്സ് നമുക്ക് കിട്ടും. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കാണ് കിട്ടാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 8, 14, 12, 20. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് എല്ലാ സെഷനിലും ഉള്ള എല്ലാ സെറ്റിലും ഉള്ളതാണ്. 2 മാർക്സ് ആയാലും 3 ആയാലും 4 ആയാലും 5 ആയാലും എല്ലാ സെറ്റിലും എന്തുണ്ട്, ഫൈനൽ എക്സാമിന് അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോയിന്റും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മുടെ റിവിഷൻ പാക്കിൽ ആ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. നന്നായിട്ട് റിവൈസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്, അരിത്തമെറ്റിക് സീക്വൻസ്. എന്തായാലും അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എത്ര മാർക്ക് കിട്ടും, മൊത്തം 5, 4, 9, 12, 14 മാർക്ക് എന്തായാലും ആ ചാപ്റ്റർ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ,
8, 14, 20 അങ്ങനെ സീക്വൻസ് ഉണ്ടാവില്ല. ഈസ് 25 എ ടേം ഓഫ് ദി സീക്വൻസ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചെക്ക് ഇഫ് 144 ഈസ് ടേം ഓഫ് എ സീക്വൻസ്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഇതില് 25 സീക്വൻസിൽ വരുന്നുണ്ടോ, 144 വരുന്നുണ്ടോ? Then prove that there are no perfect squares in this sequence. ഇതിൽ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർസ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു പ്രൂഫും കൂടി നിങ്ങൾ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഏതാണ്? 8, 14, 20 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സീക്വൻസ് ആണല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. 25 ഇതിലെ ടേം ആണ്, നമുക്കറിയാവുന്നതാണ്. അടുത്ത ടേം എന്ത് ചെയ്യും? ഇതിലെ ഫോർത്ത് ടേം എന്തായിരിക്കും? 26 ആയിരിക്കും. കാരണം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 ആണല്ലേ. കാരണം എന്താണ്? 8 + 6 14, 14 + 6 20. അങ്ങനെ 6 വെച്ച് ആഡ് ചെയ്ത് പോകുന്നത് കോമൺ ഡിഫറൻസ് 6 ആയതുകൊണ്ട് തന്നെ അടുത്ത ടൈം 26 ആയിരിക്കും. അപ്പൊ എന്താണ്? 25 ഈസ് നോട്ട് എ ടേം. ഓക്കെ, ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യനിലാണ് നമ്മളൊന്ന് ആലോചിക്കുന്നത് 144 ഇതിലൊരു ടേം ആവുമോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേമിനെ ഏതെങ്കിലും ഒരു ടേം, ഇതിനകത്തുള്ള ടേംസ് 8, 14, 20 ഏതെങ്കിലും ഒരു ടേമിനെ ജസ്റ്റ് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ 20നെ ഡിവൈഡ് ചെയ്യാണ് യൂസിങ് കോമൺ ഡിഫറൻസ്. നിങ്ങളുടെ കോമൺ ഡിഫറൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുക. ദെൻ 3 × 6 18. എനിക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 2 കിട്ടി. അപ്പൊ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടണം? ഇവിടെ 2 കിട്ടണം. ഇതാണ് ഇവിടുത്തെ കോമൺ റൂൾ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ നോക്കിയാൽ അറിയാം, 14നെ ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 12, 2 അഗൈൻ റിമൈൻഡർ 2 തന്നെ വരും. അപ്പൊ 144 ടേം ആവണമെങ്കിൽ 144 നിങ്ങൾ എന്ത് ചെയ്യുക? 6 വെച്ച് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറയുന്ന 2 ആണോ റിമൈൻഡർ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. എന്ത് ചെയ്യാം? 144 ഡിവൈഡഡ് ബൈ 6. അപ്പൊ അഗൈൻ 2 × 6 12 വരും. ദെൻ 2 വരുന്നു. ദെൻ 4 ഇറക്കുമ്പോൾ 24. 4 × 6 24. റിമൈൻഡർ 0. അപ്പൊ റിമൈൻഡർ 0 അല്ലേ കിട്ടിയേ? ഓക്കെ, അപ്പൊ ഓൺ ഡിവൈഡിങ് 144 ബൈ d = 6 ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? റിമൈൻഡർ is 0. So 144 is not a term എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇപ്പൊ ടൈം ആണോ അല്ലേ എന്ന് അറിയാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് എന്തെങ്കിലും റിമൈൻഡർ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ദെൻ സി പാർട്ട് ക്വസ്റ്റ്യൻ, ഇതിൽ ഒറ്റ പെർഫെക്റ്റ് സ്ക്വയറും ഇല്ലാന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒറ്റ പെർഫെക്റ്റ് സ്ക്വയറും ഇല്ല. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അതിന്റെ എക്സൻ എന്താന്ന് എഴുതി നോക്കുക. ഇതിന്റെ എക്സൻ എന്താണ്? അപ്പൊ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പോലെ ചെയ്തിരുന്നു അല്ലെ, 4n + 1. അപ്പൊ എന്താണ്? 4 എന്ന് പറയുന്ന അടുത്ത കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാണ്? 6 ആണ്. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? 6n എന്ന് എഴുതാം. ദെൻ അവിടെ റിമൈൻഡർ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരുന്നു. ഇവിടെ റിമൈൻഡർ എന്താണ്? 2 ആണ്. അപ്പൊ 6n + 2 ഇങ്ങനെയാണ് എന്ത് വരിക? xn വരിക അല്ലെ. നിങ്ങൾക്ക് നോക്കിയറിയാം 6n + 2 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് കിട്ടില്ല അല്ലെ. അതായത് നിങ്ങൾക്ക് ഇതിന്റെ ഒന്നിൽ തന്നെ റൂട്ട് എടുക്കാൻ പറ്റില്ല. അതായത് പെർഫെക്റ്റ് സ്ക്വയറിനകത്തൊരു ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എന്ത് ചെയ്യണം? ഈ പറയുന്ന 6n + 2 നിങ്ങൾക്ക് റൂട്ട് എടുക്കാനായിട്ട് പറ്റണം അല്ലെ. പക്ഷെ എന്താണ്? നമുക്ക് അങ്ങനെ 6ന് റൂട്ടില്ല, 2നും റൂട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 4n + 1 ആയിരുന്നു വിചാരിക്കുക അല്ലെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ 4n + 1, ആ 4n + 1 4ന് റൂട്ട് ഉണ്ട്, 1ന് റൂട്ട് ഉണ്ട്. അപ്പൊ ആ n എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ ആ പൊസിഷനും കൂടി ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് കിട്ടും ആ വരുന്ന പർട്ടിക്കുലർ ആയിട്ട് വരുന്ന സ്ക്വയേഴ്സുകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറുകൾ അവിടെ ഏതെങ്കിലും ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ്? 4n + 1 ഇതില് എന്താണ്? 4ന് റൂട്ട് ഉണ്ട്, 1ന് റൂട്ട് ഉണ്ട്. ഈ n-ന് എപ്പോഴാണ് റൂട്ട് വരിക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ n ഒരു 4 അഗൈൻ n എന്ത് തോന്നുന്നു? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു അതിന്റെ എന്ത് ചെയ്യുക? ഇതുപോലെ xn എഴുതി നോക്കുക. അപ്പൊ xn എഴുതി നോക്കുമ്പോൾ എന്താണ്? 6n + 2 അല്ലെങ്കിൽ 6ന്റെ മൾട്ടിപ്പിൾസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? 2 ആഡ് ചെയ്ത് പോവാണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിൽ നിന്നാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഈ ഒരു ഫോമിൽ വരുന്നില്ല അല്ലെ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും 6n + 2 എന്ന് പറയുന്ന ഒരു ഫോമിലല്ല വരുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറുകൾ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ വരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ റൂട്ട് എടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അങ്ങനെ സാധിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ് ഇതിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും ഈ പറയുന്ന 6n + 2 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലെന്താണ് ഒറ്റ പെർഫെക്റ്റ് സ്ക്വയറും ഇതിൽ വരില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഈ സി പാർട്ടിൽ മാത്രമാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. അത് തന്നെ എന്താണ്? നമുക്ക് ഈ പറഞ്ഞ എന്താണ് 25 ടൈം അല്ല എന്ന് പറഞ്ഞാൽ അതൊരു ഓൾറെഡി പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അവിടെ റിമൈൻഡർ വരുന്നില്ല. 144 എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അവിടെയും നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ
ആ റിമൈൻഡർ വരുന്നതിൽ എന്താണ് നമുക്ക് അപ്പൊ തന്നെ പ്രശ്നം ഉണ്ടെന്ന് അറിയാം. അപ്പൊ എന്താണ് 6ന്റെ ഡിവിഷനിൽ 2 എന്താണ് റിമൈൻഡർ എന്നുള്ളത് എന്താവില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, സി പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ഫൈൻഡ് അപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്താൽ മതി, അതിന്റെ എക്സൻ എന്താണെന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ എന്താണ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതായിട്ട് എഴുതാൻ എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഓൺ ഡിവിഷൻ by 6 doesn't leave remainder 2. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ അതിന്റെ ഒരു മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 14. എ ബി സി 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ട്രയാംഗിൾ എ ബി സി. P is the midpoint of AB and Q is the midpoint of BC. Find the coordinates of P and Q. Find the distance between P and Q. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. എന്ത് ചെയ്താൽ മതി, എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. എ ബി സി അതിന്റെ കോർഡിനേറ്റ്സ് നോക്കുക. 2 3 8 5 4 7. ഓക്കെ, ഇതാണ് 3 പോയിന്റ്സ്. എ എന്ന് പറയുന്നത് 2 3 ആണ്, ബി എന്ന് പറയുന്നത് 8 5 ആണ്, സി എന്ന് പറയുന്നത് 4 7 ആണ്. ദെൻ പി എന്താണ് മിഡ് പോയിന്റ് ഓഫ് എ ബി, ക്യു മിഡ് പോയിന്റ് ഓഫ് ബി സി. സിമ്പിൾ ആണ്. എന്താണ് മിഡ് പോയിന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി, പിയുടെയും ക്യൂടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാവുന്നതാണ് എ പാർട്ട് ക്വസ്റ്റ്യൻ. ഇപ്പൊ പിയുടെ കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്കറിയാം, എന്താണ് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് വെച്ചാണ് ചെയ്യുക. ഇപ്പൊ എയുടെ എക്സ് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, 2 + 8 അതിനെ പകുതി വെക്കുക. ദെൻ വൈ കോർഡിനേറ്റ്സ് ആരൊക്കെയാണ്, 3 + 5 അതിനെ പകുതി വെക്കുക. അപ്പൊ എന്ത് കിട്ടും, നിങ്ങൾക്ക് പിയുടെ കോർഡിനേറ്റ്സ് എന്ത് കിട്ടും, പിയുടെ കോർഡിനേറ്റ്സ് ഈക്വൽസ് എന്ത് കിട്ടും, 2 + 8 10 ആണ്, 10/2 എന്ന് പറയുമ്പോൾ 5 വരും. ദെൻ 5 + 3 8 ആണ്, 8/2 എന്ന് പറയുമ്പോൾ 4 വരും. പി എന്ത് വരും, 5,4 എന്ന് വരും. ദെൻ ക്യൂയുടെ പോയിന്റ്സ് എന്തൊക്കെയാന്ന് നോക്കുക. ക്യൂയുടെ എന്താണ് ബി സി ആണല്ലേ. ബി സി എന്ന് പറയുമ്പോൾ ബിയുടെ 8 + 4/2 ആണ് എക്സ് കോർഡിനേറ്റ് വരിക. വൈ കോർഡിനേറ്റ് 5 + 7/2 എന്നാണ് വരിക. ഓക്കെ, ഇപ്പൊ എന്താ 8 + 4 12, 12/2 6 വരും. 5 + 7 12, again 12/2 എന്ത് വരും, 6 തന്നെ വരും. ഓക്കെ, അപ്പൊ 6,6 ആണെന്ന് വരിക ക്യൂടെ കോർഡിനേറ്റ്സ് വരിക. അപ്പൊ നമുക്ക് 2 കോർഡിനേറ്റ്സ് കിട്ടി, 5,4 6,6. ഇനി അടുത്ത എന്താണ്, പിയുടെയും ക്യൂടെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബി പാർട്ട് ക്വസ്റ്റ്യൻ. എങ്കിൽ പി ക്യൂ എത്ര വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ആ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് കിട്ടും. സോ അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, വൈ കോർഡിനേറ്റ്സ് മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, then റൂട്ട് എടുക്കുക. സോ 6 - 5 സ്ക്വയർ പ്ലസ് 6 - 4 സ്ക്വയർ ദാറ്റ് ഈക്വൽ 6 - 5 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ സ്ക്വയർ എന്ത് വരും, 1 തന്നെ വരും. ദെൻ 6 - 4 എന്ന് പറയുമ്പോൾ അത് 2 ആവും. 2ന്റെ സ്ക്വയർ എന്താണ് 4 ആണ്. അപ്പൊ 1 + 4ന്റെ റൂട്ട് ദാറ്റ് ഈക്വൽസ് √5. √5 ആണെന്ത് പി ക്യൂടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എയും ബിയും കിട്ടിയില്ലേ, മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 15 cm, എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 degrees കട്ട് ഔട്ട് ആൻഡ് റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ അറിയാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. കാരണം ഒരു കോണിന്റെ ഒരു പോർഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സെക്ടർ കട്ട് ചെയ്തിട്ട് കോൺ ആക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്കറിയാം എന്താണ്, എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ റേഡിയസ് ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ തന്നെ അല്ലേ നോക്കി, വാട്ട് ഇസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്താണ്, അതിന്റെ ആൻസർ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ഉത്തരം ഉണ്ട് അല്ലെ. ആ ഹൈറ്റ് നിങ്ങൾക്ക് കോണോന്റെ ഹൈറ്റ് എത്രയാണ്, ഡയറക്റ്റ് സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റേഡിയസ് ആയ 15 cm നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും, കാരണം അതിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്ത്. ദെൻ ബേസ് റേഡിയസ് ഓഫ് ദി കോൺ, ബേസ് റേഡിയസ് ഓഫ് ദി കോൺ കിട്ടാൻ എന്ത് ചെയ്യണം, സെൻട്രൽ ആംഗിളിന്റെ ആ ഒരു റേഷ്യോ എടുത്തിട്ട് സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ റേഡിയസ് അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയ സ്ലാൻഡ് ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാൽക്കുലേറ്റ് ദ കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, πr/l ആണ്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കർവ്ഡ് സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഓരോന്നിട്ട് എഴുതി നോക്കാം. 15ൽ എ എന്ന് പറയുന്നത് എന്താണ്, സ്ലാൻഡ് ഹൈറ്റ് ഈക്വൽസ് എന്ത് തന്നെ വരും, 15 തന്നെ വരും. കാരണം എന്താണ്, ക്യാപിറ്റൽ R = 15 ആൻഡ്
ക്യാപിറ്റൽ ആർ എന്താണ് സ്ലാൻഡ് ഹൈറ്റും സെയിം ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സർക്കിളിൽ നിന്നാണോ ആ ഒരു സെക്ടർ കട്ട് ചെയ്യുന്നത് അതിന്റെ റേഡിയസ്. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ ബേസ് റേഡിയസ് ആണ്. ബേസ് റേഡിയസ് ഈക്വൽസ് എക്സ് ബൈ 360 ഇൻറ്റു ക്യാപിറ്റൽ ആർ അല്ലെങ്കിൽ എൽ, ഏതായാലും കുഴപ്പമില്ല കാരണം രണ്ട് സെയിം ആണ്. ദെൻ എക്സ് ബൈ 360 എന്ന് പറഞ്ഞാൽ എക്സ് സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ എത്ര പറയുന്നുണ്ട് 120 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 15. സോ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് 1 ആവും, ഇവിടെ 3 ആവും, അല്ലെങ്കിൽ 15/3. അപ്പൊ ഇത് രണ്ടും കട്ടായി പോകുമ്പോൾ എന്ത് വരും? 5 എന്ന് വരും. ഓർ ദാറ്റ് ഈക്വൽസ് 5 സെന്റിമീറ്റർ ആണെന്ന് വരിക റേഡിയസ്. ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പോരുത്. ബേസ് റേഡിയസ് സ്മോൾ ആർ ആണ്, സെക്ടർ കട്ട് ചെയ്യുന്ന ആ ഒരു സർക്കിളിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അത് രണ്ടും മാറിപ്പോരുത്. ദെൻ സി പാർട്ട് ക്വസ്റ്റ്യൻ കേർവ്ഡ് സർഫസ് ഏരിയ എന്നുള്ളതാണ് CSA. CSA ഇക്വേഷൻ ആണ് പൈ ആർ എൽ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടില്ല? പൈയുടെ വാല്യൂ ഇടാൻ പറഞ്ഞിട്ടില്ല അല്ലെ? പൈയുടെ വാല്യൂ അപ്രോക്സിമേറ്റ് ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് മതി? പൈ എന്നുള്ള ആൻസറിൽ തന്നെ എഴുതിയാൽ മതി. ദാറ്റ് ഈക്വൽസ് പൈ ഇൻറ്റു സ്മോൾ റേഡിയസ് 5 ആണ്. ദെൻ സ്ലാൻഡ് ഹൈറ്റ് 15 ആണ്. ദാറ്റ് ഈക്വൽസ് 75 പൈ. ഏരിയ ആയതുകൊണ്ട് തന്നെ എന്ത് വരും? സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ 75 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 75 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് കേർവ്ഡ് സർഫസ് ഏരിയ വരുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് വലിയ പാടില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇക്വേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഉള്ളൂ. ഓക്കെ, 4 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇപ്പൊ നമുക്ക് ഒരു ഫിഗർ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഏത് ചാപ്റ്റർ ആണ്? ട്രിഗ്നോമെട്രി ആണ്. കാരണം നിങ്ങൾക്ക് അവിടെ സൈന്റെയും കോസിന്റെയും ഒക്കെ വാല്യൂ വന്നിട്ടുണ്ട്. എന്തായാലും ട്രിഗ്നോമെട്രിയിൽ ഏതൊക്കെയോ പ്രോപ്പർട്ടി ആണ് അവിടെ യൂസ് ചെയ്യാൻ നമുക്ക് മനസ്സിലായി. ദ ഡയഗണൽ ഓഫ് ദ റെക്ടാംഗിൾ ഇസ് 9 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 49 വിത്ത് വൺ സൈഡ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദ റെക്ടാംഗിൾ. ഓക്കെ, ആ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രിഗ്നോമെട്രിയിൽ ചോദിക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്? നിങ്ങൾക്ക് അവിടെ ഒരു റെക്ടാംഗിൾ വന്നിട്ടുണ്ട് PQRS. അതിന്റെ ഡയഗണൽ PR എന്ന് പറയുന്ന ഡയഗണലിൽ അവിടെ എന്താണ് 49 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചോദ്യം PQRS അല്ലെങ്കിൽ എന്താണ് ആ ഒരു റെക്ടാംഗിൾ ലെങ്ത്തും ബ്രെഡ്ത്തും. ഇതിപ്പോ ലെങ്ത് ആണെങ്കിൽ ഇതായിരിക്കും ബ്രെഡ്ത്ത്. ആ ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് അല്ലെങ്കിൽ RQ എങ്ങനെയാണെന്ന് നോക്കാം. ലെങ്ത് അല്ലെങ്കിൽ RQ. അപ്പൊ ലെങ്ത് അല്ലെങ്കിൽ RQ ഇത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്കറിയാം എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ? ഒരു ആംഗിൾ 49 തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് ഈ 9 എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ലെങ്ത് എവിടെയാണ്? ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് ഏതെടുക്കണം? സൈൻ റേഷ്യോ എടുക്കേണ്ടി വരും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? സൈൻ 49 എന്ന് പറയുന്നതാണ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് എടുക്കുന്ന ആരാണ്? ലെങ്ത് അല്ലെങ്കിൽ RQ ആണ് ഓപ്പോസിറ്റ് വരുന്നത്. ദെൻ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 9 ആണ്. അല്ലെങ്കിൽ RQ ഈക്വൽസ് സൈൻ 49 ഇൻറ്റു 9 എന്നാണ് വരിക. ദെൻ സൈൻ 49ന്റെ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സൈൻ 49 എത്രയാണ്? 0.75. 0.75 ഇൻറ്റു 9 എന്ന് വരും. 0.75 ഇൻറ്റു 9 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 6.75 എന്ന് കിട്ടും. ഓക്കെ, അവിടെ യൂണിറ്റ് തന്നിട്ട് നോക്കുക. യൂണിറ്റ് സെന്റിമീറ്ററിൽ തന്നിട്ടുണ്ട്. വിച്ച് മീൻസ് ഇവിടെയും സെന്റിമീറ്റർ തന്നെ ആയിരിക്കും യൂണിറ്റ് വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ബ്രെഡ്ത്ത് നോക്കാം. ബ്രെഡ്ത്ത് അല്ലെങ്കിൽ PQ അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇനി ആ ഫിഗർ നോക്കി അറിയാം എന്താണ്? ഫിഗർ നോക്കി അറിയാം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് അഡ്ജസന്റ് സൈഡ് ആണ്. ഓക്കെ, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന റേഷ്യോ, അതായത് കോസ് റേഷ്യോ ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോസ് 49 ഈക്വൽസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരും. ദെൻ അഡ്ജസന്റ് ആരാണ് ഇവിടെ? PQ ആണ്. ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഗൈൻ 9 വരും. ഓർ PQ ഈക്വൽസ് കോസ് 49 ഇൻറ്റു 9 എന്നാണ് വരിക. സോ കോസ് 49 0.66 ആണ്. ഇൻറ്റു 9 ചെയ്യാം. 0.66 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5.94 സെന്റിമീറ്റർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടാവുന്നുള്ളൂ. ഒരുപാട് കൺഫ്യൂഷൻ ഇല്ല. ജസ്റ്റ് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് നമ്മുടെ പണിയായിട്ട് വരും. 0.75 ഇൻറ്റു 9 അതുപോലെ തന്നെ 0.66 ഇൻറ്റു 9 ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് നമുക്ക് എന്ത് വരുന്നുള്ളൂ? അവിടെ ഒരു
ടഫ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാം എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ അല്ലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് ആ ക്വസ്റ്റ്യൻ കിട്ടിയ 4 മാർക്കിന്റെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17, 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 17 നിങ്ങൾക്ക് അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡുള്ള ഫിഗറാണ് ഹെക്സഗൺ എന്ന് പറയാം. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതെന്താണ്. ഓക്കെ, അതിന്റെ സെന്ററിൽ ആണ് ഒറിജിൻ ആണ് സെന്റർ ആയിട്ട് വരുന്നത് അല്ലെ. ഈ O എന്ന് പറയുന്നത് ഈ ഫിഗറിന്റെയും അല്ലെങ്കിൽ ഈ ഹെക്സഗണിന്റെയും സെന്റർ ആണ്. ആ ഒരു ഒറിജിനും ആണ്. കോർഡിനേറ്റ്സ് ഓഫ് A തന്നിട്ടുണ്ട് 4, 0 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? കോർഡിനേറ്റ് ഓഫ് D കാൽക്കുലേറ്റ് ചെയ്യുക. D എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണല്ലേ. ഈ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BG. ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരുന്നു കാൽക്കുലേറ്റ് ചെയ്യണം. Then that is the coordinates of B and E. B എന്ന് പറഞ്ഞ ഈ പോയിന്റിന്റെയും E എന്ന് പറഞ്ഞ ഈ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് എഴുതണം. ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കാം. A പാർട്ട് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. കാരണം എന്താണ്? എയും ഡിയും ആ രണ്ട് കോർഡിനേറ്റ്സ് നോക്കാം. ഈ A എന്ന് പറഞ്ഞ ഈ കോർഡിനേറ്റും D എന്ന് പറഞ്ഞ ഈ കോർഡിനേറ്റും അത് രണ്ടും എന്താണ്? നേരെ ഒരു എന്താണ് മിറർ ഇമേജ് എന്നുള്ള നിലക്കാണ് വരിക അല്ലെ. ഇത് ഒരു y ആക്സിസ് ആണ്, അല്ലെങ്കിൽ ഇത് ഒറിജിൻ ആണ്. ഒറിജിനിന്റെ നേരെ റൈറ്റ് സൈഡിലാണ് A, നേരെ ലെഫ്റ്റ് സൈഡിലാണ് B. D എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ അതെന്താണ് പ്രത്യേകത? ഇതൊരു റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് തന്നെ Oയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസും Oയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 4 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും Oയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസും തന്നെ വരും 4 എന്ന് തന്നെ ആയിരിക്കും വരിക. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര വരും? 4 എന്ന് തന്നെ വരും. ദെൻ അത് എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആണ്. സ്വാഭാവികമായിട്ടും y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് അതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ കോർഡിനേറ്റ് ഓഫ് D എന്ന് പറയുന്നത് എന്ത് വരും? കോർഡിനേറ്റ് ഓഫ് D എന്ന് പറയുന്നത് എന്ത് വരും? -4, 0. അപ്പൊ 0 വരുന്നത് എന്തുകൊണ്ടാണ്? അത് എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആയതുകൊണ്ടാണ് y കോർഡിനേറ്റ് 0 ആയത്. ദെൻ Oയിൽ നിന്ന് എയിലേക്കും Oയിൽ നിന്ന് ഡിയിലേക്കും അത് റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ആ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ നമുക്ക് എന്താണ്? റൈറ്റ് സൈഡിലേക്ക് 4 ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കും തന്നെ ഒരു 4 തന്നെ ആയിരിക്കും വരിക. ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ. ബി പാർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് അറിയണം. എന്താണ് ഈ പറയുന്ന 4 എന്ന് പറയുന്നത് തന്നെയായിരിക്കും എന്ത് വരിക? ഈ റെഗുലർ ഹെക്സഗണിന്റെ സൈഡായിട്ട് വരിക. ഓക്കെ, ഈ ഓരോ സൈഡും തന്നെയായിരിക്കും ഈ 4 തന്നെയായിരിക്കും. കാരണം ഈ ഒരു EF എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസും OA എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസും എന്താണ്? സെയിം ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ EF എന്ന് പറയുന്നത് എന്താണ്? അത് 4 ആയിരിക്കും. അപ്പൊ ഒരു സൈഡ് 4, അല്ലെങ്കിൽ CB എന്ന് പറഞ്ഞ ഈ ഒരു ഡിസ്റ്റൻസ് ഇതെന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, അത് തന്നെയായിരിക്കും എന്ത് ചെയ്യുക? എല്ലായിടത്തും വരിക. അത് തന്നെയായിരിക്കും എല്ലായിടത്തും വരിക. അപ്പൊ എന്ത് വരും? CB 4 ആണ്. സ്വാഭാവികമായിട്ട് റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ഒരു സൈഡ് 4 ആണെങ്കിൽ എല്ലാ സൈഡും 4 വരും. ദെൻ റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിളിന് ഒരു പ്രത്യേകത എന്താണ്? ഓരോ ആംഗിളും 120 ആണ്. ഓക്കെ, ഓരോ ആംഗിളും 120 എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ എത്ര വരും? 60 വരും. കാരണം ഇത് കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടാണ് പോവുക. ഇത് എന്ത് വരും? ഒരു 60 വരും. ഓക്കെ, 60 ആണ് വരിക. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. ആംഗിൾ ട്രയാംഗിൾ AGB കൺസിഡർ ചെയ്യുക. ട്രയാംഗിൾ AGB കൺസിഡർ ചെയ്യുക. ദെൻ അതിനകത്ത് ആംഗിൾ BAG, ആംഗിൾ BAG ഈക്വൽസ് 60 ഡിഗ്രി ആണ്. കാരണം എന്താണ്? 120/2. 120 എന്ന് പറയുന്നത് 120 എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ ആണല്ലേ. ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ നേരെ പകുതിയാക്കിയാണ് അല്ലേ. അപ്പൊ ആ ഫിഗർ വേണം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇവിടെ A വരും, ഇതാണ് G, ഇതാണ് B. ഈ ആംഗിൾ എത്ര കിട്ടി? 60 എന്ന് കിട്ടി. ദെൻ AB അതിന്റെ ഒരു സൈഡ് ആയതുകൊണ്ട് 4 ആണ്. ദെൻ ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇത് 90 ആണ്. സ്വാഭാവികമായിട്ട് ഈ സൈഡ് എത്ര? ഇത് ആംഗിൾ എത്ര വരും? 30 വരും. സോ ഇത് നമ്മളിവിടെ എങ്ങോട്ട് പോയി? ട്രിഗ്നോമെട്രിയിലേക്ക് പോയി. സോ എന്താണ് അവിടെ? ആംഗിൾസിന്റെ റേഷ്യോ 30, 60, 90യിലാണെന്ത്? ആംഗിൾസിന്റെ റേഷ്യോ കൊടുക്കുന്നത് അല്ലെ. ആംഗിൾസിന്റെ റേഷ്യോ 30, 60, 90യിലാണ്. സ്വാഭാവികമായിട്ട് സൈഡ്സ് എന്ത് വരും? 1:√3:2 എന്നായിരിക്കും എന്ത് വരിക? സൈഡ്സിന്റെ റേഷ്യോ വരിക. ഓക്കെ, ഇനി നോക്കാം. 90ക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന ആരാണ്? 4 ആണ് അല്ലെ. 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ്. അപ്പൊ 4/2 2 വരും. അത് ആ 2 ആയിരിക്കും ഇവിടെ വരിക. സോ ദിസ് സൈഡ് വിൽ ബി 2√3. ഓക്കെ, നമുക്ക് വേണ്ടതാണ് BG എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ബി പാർട്ട് ക്വസ്റ്റ്യൻ ഉള്ളത്. BG എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്? നമുക്കറിയാം. BG എന്ന് പറയുന്നത് ഈ സൈഡാണ്. എന്താണ്? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് 2√3 എന്നായിരിക്കും അതിന്റെ ഡിസ്റ്റൻസ് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? BGയുടെ ഡിസ്റ്റൻസ് 2√3 ആണ്. ദെൻ C പാർട്ട് ക്വസ്റ്റ്യൻ. ബിയുടെയും
ഇയുടെയും കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ബിയും ഇയും എന്ന് പറഞ്ഞാൽ നേരെ കൗണ്ടർ ആയിട്ടേക്ക് വരാം. ബിയുടെ പോസിറ്റീവ്സ് എല്ലാം നേരെ നെഗറ്റീവ്സ് ആക്കിയാൽ എന്ത് കിട്ടും? ഇ കിട്ടും. കാരണം ബിയും ഇയും സിമെട്രിക്കൽ ആണ്. നമ്മൾ പറഞ്ഞതാണ് ഇത് റെഗുലർ ഹെക്സൺ ആണ്, സെൻട്രൽ ഒറിജിനിലൊക്കെ ആയതുകൊണ്ട് ഇതൊരു മിറർ ഇമേജ് പോലെയാണ് വരിക. അപ്പൊ ബിയുടെ നേരെ നെഗറ്റീവ്സ്, ബിയും ഇയും ഓൾമോസ്റ്റ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും, അതിന്റെ നേരെ നെഗറ്റീവ്സ് ആക്കിയാൽ മതി. ബിയിൽ എല്ലാവരും പോസിറ്റീവ് ആണ്, കാരണം എന്താണ് ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ എല്ലാവരും പോസിറ്റീവ് ആണ്. ക്വാഡ്രന്റ് മാറി വരുന്നോളം നെഗറ്റീവ്സ് വരും. നമുക്കറിയാം ഇവിടെ വരുമ്പോ ഇങ്ങോട്ട് എക്സ് നെഗറ്റീവ് ആണ്, വൈ താഴേക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്താണ് ഇയിൽ വരുന്ന എല്ലാവരും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ബിയുടെ കോർഡിനേറ്റ്സിൽ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നതാണ് ഈ ഡിസ്റ്റൻസ് ആണ്. അതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത് എന്ത്? 2√3. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി? 2√3 എന്നുള്ളത് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്താണ് ബിയുടെ കോർഡിനേറ്റ്സ് എഴുതി വെക്കാം. ബിയുടെ കോർഡിനേറ്റ്സ് ഒരെണ്ണം എത്രയാണ് നമുക്ക് കിട്ടി? 2√3 ആണ്. അതായത് വൈ കോർഡിനേറ്റ് 2√3 ആണ്. അപ്പൊ നമുക്ക് ബി ജി ഡിസ്റ്റൻസ് കിട്ടി. അപ്പൊ ഇനി എക്സ് കോർഡിനേറ്റ് കിട്ടിയാൽ മതി. എക്സ് കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞതാണ് ആ സെന്റർ, അത് മൊത്തം 4 ആണെങ്കിൽ ആ സെന്ററിൽ വെച്ച് എന്താവും? അത് പകുതിയാവും. അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 4ന്റെ പകുതി, അതായത് 2 ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്ത് വരും? 2,2√3 വരും. ഇനി നമ്മൾ ഈ പറഞ്ഞ എന്താണ്? ഇതിന്റെ ഒക്കെ നേരെ നെഗറ്റീവ് ആണ്. ഓക്കെ, കാരണം ആ കോർഡിനേറ്റ് ആ സെക്ഷനിൽ പറഞ്ഞാൽ എക്സും വൈ ഒക്കെ നെഗറ്റീവ് വരുന്ന പോർഷൻ ആയതുകൊണ്ട് എക്സ് അവിടെ -2 വരും. ദെൻ വൈ അവിടെ 2√3 തന്നെ നെഗറ്റീവ് -2√3 വരും. അതിന്റെ കാരണം എന്താണ്? ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. നമ്മൾ പറഞ്ഞു റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിമെട്രിക്കൽ ഒക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കൊന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അല്ലെ? ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിന്റെ ഉത്തരം എന്തായാലും കിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല. ഡിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് നേരെ എടുത്ത് എഴുതാവുന്നുള്ളൂ. ബി ജിയുടെ ട്രയാങ്കിൾ കിട്ടിയാൽ അതും നേരിട്ട് എഴുതാവുന്നുള്ളൂ. ബിയുടെയും ഇയുടെയും കോർഡിനേറ്റ്സ് എന്താണ്? അതും നേർക്ക് നേരെ നമുക്ക് എഴുതാവുന്നുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് ഒന്ന് ആലോചിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ഡയറക്റ്റ് എഴുതാവുന്നുള്ളൂ. ഓക്കെ.